നവകേരള സർവേയെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നവകേരള സർവേ ഇവിടെ CPM നടത്തിയിട്ടുള്ളത് കൊണ്ട്, നവകേരളം എന്നുള്ള പേരാണോ UDF പ്രശ്നമായതെന്ന് എനിക്കറിയാൻ വയ്യ. അത് LDF നടത്തിയത് കൊണ്ട് അല്ലെങ്കിൽ സർക്കാർ നടത്തിയത് കൊണ്ട് അതൊരു മോശമാണെന്ന് തോന്നുന്നില്ല. അതിന്റെ ഉദ്ദേശം എനിക്കറിയില്ല എന്താണ്. പൊളിറ്റിക്സ് ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് എല്ലാം അനുകൂലമാക്കി വെക്കാനുള്ള ഒരു രാഷ്ട്രീയ ഉദ്ദേശമാണ് എന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. മൂന്നാമതും എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ CPM തന്നെ അധികാരത്തിൽ വരും എന്നതുകൊണ്ട് ഈ സർവേ കൊണ്ട് വേസ്റ്റ് ആവൂല എന്നൊരു കാഴ്ചപ്പാട് കൂടി എനിക്കുണ്ട്. ഈ സർവേ ശരിക്കും ഇപ്പോഴല്ല ചെയ്യേണ്ടിയിരുന്നത്. തുടർഭരണം കിട്ടിയ ഉടനെ, അതായത് 6ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ആ സമയത്ത് ഒരു സർവേ നടത്തി ജനങ്ങളുടെ ആവശ്യം കണ്ടുകൊണ്ട്, അവരുടെ നേതാക്കളുടെ ആവശ്യം കണ്ടുകൊണ്ട്, കാര്യം അവരുടെ പല നേതാക്കളും പൈശാപൂറ്റി അടക്കം പലരും ഇല്ല, പാർട്ടിയിലില്ല. നമുക്കറിയാമല്ലോ, ശ്രീനാദേവി അടക്കം ഇപ്പൊ പാർട്ടിയിലില്ല, LDF-ലില്ല, ഇവരൊക്കെ കോൺഗ്രസ് ഏരിയയിലേക്ക് പോയി. സത്യത്തിൽ ഇവരുടെയൊക്കെ കഴിവ്, ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് സർവേ കൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് അവരുടെ നേതാക്കൾ അവർക്ക് മനസ്സുണ്ടല്ലോ, അവർക്കും ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ നല്ലതാണെങ്കിൽ അത് എടുത്തുകൊണ്ട്, അല്ല ഞാനും എൻ്റെ കൊണ്ടാട്ടിയും എൻ്റെ തട്ടാരും പറയുന്നത് മാത്രം നടപ്പിലാക്കിയാൽ മതി എന്നുള്ള ഒരു CPM-ന്റെ നയമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. പിണറായി എന്താണോ തീരുമാനിക്കുന്നത് അതാണ് നടപ്പിലാക്കുക. 1ാം പിണറായി സർക്കാർ അങ്ങനെ അല്ലായിരുന്നു. 1ാം പിണറായി സർക്കാരിൽ കഴിവും പ്രാപ്തിയുള്ള മന്ത്രിമാരുണ്ടായിരുന്നു. പക്ഷെ അത് 2ാം പിണറായി സർക്കാർ എത്തിയപ്പോഴേക്കും ഒരു ഏകാധിപത്യമായിപ്പോയി. ആ ഏകാധിപത്യത്തിന്റെ സ്ഥാനത്ത് 6ാം വർഷത്തിൽ ഇത്തരത്തിലൊരു സർവേ നടത്തി മറ്റ് നേതാക്കന്മാരുടെ കൂടി അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് അതത് മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചിരുന്നുവെങ്കിൽ വളരെയധികം ഒരു സ്വീകാര്യത എത്തിയാണ്. ഇവിടെ പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ സ്വീകാര്യത കിട്ടിയ ഭാഗങ്ങൾ നമുക്കറിയാലോ ഏതൊക്കെയാണെന്ന്. റോഡ് വികസനം, ഇവിടെ കോൺഗ്രസിന് അതിനെതിരെ പറയാൻ പറ്റില്ല. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം വരെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇടത് വലത് സർക്കാർ ആരും തന്നെ നടപ്പിലാക്കാത്ത റോഡ് വികസനവും അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ജനം സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ എത്ര അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞാലും അവിടുത്തെ അടിസ്ഥാന വികസനം ആ രീതിയിൽ ചെയ്തു വെച്ചത് ജനം അംഗീകരിക്കുന്നുണ്ട്. പണം കട്ടുകൊണ്ട് പോയതോ അഴിമതി അത് വേറെ കഥയാണ്. നമ്മൾ വികസനത്തിന്റെ കാര്യം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി അത് നടപ്പിലാക്കാൻ ആര് തീർത്താലും അതിന്റെ അപ്പുറത്തേക്ക് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ കഴിവുള്ള ഒരു സർക്കാർ തന്നെയാണ് പിണറായി സർക്കാർ. ആ നിലയ്ക്ക് ഈ സർവേ ഇപ്പോഴല്ല നടത്തേണ്ടിയിരുന്നത്. ഇത് 6ാമത്തെ വർഷമെങ്കിലും നടത്തണമായിരുന്നു. സാധാരണഗതിയിൽ 5 വർഷം കൂടുമ്പോൾ മാറി മാറി വരുന്നത് കൊണ്ട് ഒരു സർവേ നടത്തിയാൽ അതിന്റെ തുടർ ഫലം, അതിന്റെ റിസൾട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ആ സർക്കാർ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആരും ഒരു വികസന പ്രവർത്തനം നടത്തില്ലായിരുന്നു. അതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് ഇപ്പോൾ തുടർഭരണം കിട്ടിയപ്പോൾ ഈ സർക്കാരിന് പലതും ചെയ്യാൻ പറ്റിയത്. ജനങ്ങളുടെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും അതിന് ഒരു പക്ഷേ വരും കാലങ്ങളിൽ അത് ശ്രദ്ധിക്കാമെന്ന് കരുതിയിട്ടാക്കാം ഈ സർവേ നടത്തുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു സർവേ തടയേണ്ട ആവശ്യമൊന്നുമില്ല. സർവേകൾ നിരന്തരം വേണം. അത് നല്ല ഉദ്ദേശത്തോടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ അത്തരത്തിൽ സർവേകൾ നടത്തി ഓരോരോ മേഖലകളിൽ എന്തൊക്കെയാണ് മാറ്റം വരേണ്ടതെന്ന് നോക്കണം. ഇനിയിപ്പോൾ അടുത്ത വരാനുള്ള സർവേയാണ് വന്യമൃഗ നിയന്ത്രണം. വനത്തില് ഈ മൃഗങ്ങൾ ഇനി വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതിന് സർവേ വേണം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് സർവേ നടത്തണം. ജനങ്ങളോട് ചോദിക്കണം, അവരുടെ നേതാക്കന്മാരോട് ചോദിക്കണം, എന്താണ് നമ്മൾ ചെയ്തു തരേണ്ടത്, ഇനി നിങ്ങൾ എന്താണ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇത് ചോദിക്കണ്ടേ. അത് ചോദിച്ച് അത് മനസ്സിലാക്കി അത് നടപ്പിലാക്കുന്നതിന് തെറ്റെന്ന് പറയുന്നത് എങ്ങനെ? അല്ലാതെ നേതാക്കന്മാരുടെ തന്നിഷ്ടം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണോ ഈ സർക്കാരിനെ വോട്ട് ചെയ്ത് ജനങ്ങൾ അങ്ങോട്ട് തെരഞ്ഞെടുത്ത് അയച്ചേക്കുന്നത്? ഈ നവകേരള സർവേ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വൻ പരാജയം നേരിട്ട നവകേരള സദസ്സ് പോലെ ജനങ്ങളിൽ നിന്ന് വളരെ പരിഹാസം നേരിടേണ്ടി വന്ന, ജനങ്ങൾക്ക് വളരെ പ്രതിഷേധം നേരിടേണ്ടി വന്നിട്ടുള്ള നവകേരള സദസ്സ് എന്ന് പറഞ്ഞ പരിപാടി പോലെ ആണെന്ന് കരുതിയിട്ടായിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത് ശരിയല്ല. പക്ഷെ സർവേ അത് ആവശ്യമാണ്. 3.5 കോടി ജനങ്ങളുണ്ട്, 3.5 കോടിയിലേക്ക് മേലെയുണ്ട്. ആ ജനങ്ങളിൽ ഇവിടുത്തെ വോട്ടർമാർ, ഇവിടെയുള്ള സാധാരണക്കാർ അവരെ സമീപിച്ചുകൊണ്ട് ഇനി എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് ചോദിക്കുന്നതിന്, അല്ലെങ്കിൽ നിലവിൽ ഞങ്ങൾ ചെയ്തു തന്നില്ല എന്തെങ്കിലും പോരായ്മ ഉണ്ടോ, കൂട്ടിച്ചേർക്കേണ്ടതോ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് സർവേ നടത്തുന്നതിൽ എന്താണ് തെറ്റ്? അത് ചെയ്തിട്ടല്ലേ ഭരിക്കേണ്ടത്. സർക്കാരിനോട് ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളോട് ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭരണം കൊണ്ട്, അവരുടെ ജനദ്രോഹ ഭരണം കൊണ്ട്, അതുപോലെ ഇപ്പോൾ ഈ തൊഴിൽ കൊടുക്കാത്തതിന്റെ കാര്യങ്ങളെ കുറിച്ച്, റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെട്ടു പോകുന്നതിനെ കുറിച്ച്, പിൻവാതിൽ നിയമനങ്ങളെ കുറിച്ച്, അങ്ങനെ ഒത്തിരി പറയാനുണ്ട്. കാര്യമൊക്കെ ശരി. പക്ഷെ നല്ലത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അതിനെ നല്ലതെന്ന് തന്നെ പറയണ്ടേ. Different angles. Don't forget to subscribe and support this channel.